ഹലോ എവരി വൺ, വെൽക്കം ടു സ്മാർട്ട് ഷോ ഇറ്റി. ഇന്ന് നമുക്ക് റീഡിങ്ങിൻ്റെ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ ഡിസ്കഷനിലേക്ക് പോകാം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് ആൻസർ എങ്ങനെ എത്തിച്ചേരാമെന്നുള്ളത് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ഡിസ്കഷനാണ് ഇന്ന് ഞാനിവിടെ നടത്തുന്നത്. കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷമാണ് റീഡിങ് മറ്റൊരു ഡിസ്കഷൻ ഇന്ന് ക്ലാസ്സിൽ വരുന്നത്. അപ്പോൾ റീഡിങ് നമുക്ക് 42 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 30 റൈറ്റ് ആൻസേഴ്സ് ആണ് നമുക്ക് 350. അതാണ് നമ്മുടെ ബി സ്കോറിൻ്റെ സ്റ്റാർട്ടിങ്. അത് കിട്ടാനായിട്ട് വേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ കൂടുതലായിട്ട് എ പാർട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. എ പാർട്ട് ടൈം മാനേജ്മെൻറ്റ് നന്നായിട്ട് യൂസ് ചെയ്തുകൊണ്ട് എ പാർട്ടിൽ ഒരു 20 തന്നെ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ മാക്സിമം പോയാൽ ഒരു 18 സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബി സി നിങ്ങളുടെ കൂടി ഒരു 555 അങ്ങനെ വെച്ചിട്ടൊരു 50. അതാണ് നമ്മുടെ ഒരു ടാർഗറ്റ് ആയിട്ടുള്ള സ്കോർ ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക. എന്തായാലും നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ എത്ര അറിവില്ലാത്തവരാണെങ്കിലും എത്ര ആവറേജ് ബിലോ ആവറേജ് ആയാലും ഡെയിലി പ്രാക്ടീസ് നമ്മൾ ചെയ്താൽ, അതും കോൺസെൻട്രേഷൻ വിത്ത് ഫുൾ കോൺസെൻട്രേഷൻ, പിന്നെ ഓരോ സെൻറ്റൻസിൻ്റെയും അർത്ഥം മനസ്സിലാക്കി, ഓരോ വാക്കിൻ്റെയും അർത്ഥം മനസ്സിലാക്കി, അതിനെ കംപ്ലീറ്റ് ഒരു സെൻറ്റൻസ് തീരുമ്പോൾ അതിൻ്റെ മലയാളം മീനിങ് ഫുൾ ആ സെൻറ്റൻസിൽ എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്താൽ ഉറപ്പായും നമ്മൾക്ക് വിജയം സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നമ്മുടെ മെറ്റീരിയലിലേക്ക് നമുക്ക് പോകാം. ഞാൻ മെറ്റീരിയൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാരഗ്രാഫ് ഉണ്ട്. പാരഗ്രാഫിന് ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് ആദ്യം നമ്മൾ എന്താ ചെയ്യുക, എന്നും ചെയ്യുന്ന കണക്ക് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കുകയാണ് കേട്ടോ. ദ കനേഡിയൻ സെന്റിനൽ സ്റ്റഡി ഡെമോൺസ്ട്രേറ്റ് ദാറ്റ്. ഇപ്പോൾ ഒരു സ്റ്റഡിയാണ്, കനേഡിയൻ്റെ ഒരു സ്റ്റഡിയാണത്. ആ സ്റ്റഡി എന്താണ് പറയുന്നത്, എന്താണ് എന്നുള്ളതാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിൽ സൂക്ഷിക്കുക. കനേഡിയൻ സെന്റിനൽ സ്റ്റഡി എന്താണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യം തന്നെ അവരെന്തിനെക്കുറിച്ചാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് എന്നുള്ളത് അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് നമ്മുടെ പാരഗ്രാഫ് ഒന്ന് വായിക്കാൻ നോക്കാം. പാരഗ്രാഫിലേക്ക് പോകാം. ദ കനേഡിയൻ സെന്റിനൽ സ്റ്റഡി. ഓക്കെ, ആ സ്റ്റഡിയെക്കുറിച്ചാണ് പറയുന്നത്. ഷോവ്ഡ് ദാറ്റ് റിസീപ്റ്റ് ഓഫ് TIV ഇൻ ദ പ്രീവിയസ് സീസൺ ഓട്ടം 2008. ഇതിന് മേലത്തെ പാരഗ്രാഫിൽ TIVയുടെ ഫുൾ ഫോം കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറയാം, ആ പാരഗ്രാഫ് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് TIVയുടെ ഫുൾ ഫോം ഞാൻ പറയാം. ട്രിവാലൻ്റ് ഇന്നാക്ടിവേറ്റഡ് ഇൻഫ്ലുവൻസ വാക്സിൻ എന്നാണ്. കൂടുതലൊന്നും അത് ഇപ്പോൾ ആ ഒരു പാരഗ്രാഫ് ഷെയർ ചെയ്യാത്തതുകൊണ്ട് ആ വേർഡിനെക്കുറിച്ച് ഓർക്കേണ്ട. അതൊരു വാക്സിനാണെന്ന് മാത്രം ഓർത്താൽ മതി. TIV എന്ന് പറഞ്ഞൊരു ഇൻഫ്ലുവൻസ വാക്സിനാണ്. ഓക്കെ, ഇനി അപ്പിയർഡ് ടു ഇൻക്രീസ് ദ റിസ്ക് ഓഫ് H1N1 ഇൽനെസ് ബൈ 1.03 to 2.74 ഫോൾഡ് ഈവൻ ആഫ്റ്റർ അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ ദ കൊമോർബിഡിറ്റീസ് ഓഫ് ഏജ് ആൻഡ് ജിയോഗ്രഫി. ഓക്കെ, ഏജിലും ജിയോഗ്രഫിയിലും ഒക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടും ഈ സ്റ്റഡി എന്താണ് കാണിക്കുന്നത്, അവിടെ ഒരു ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് H1N1 ഇൽനെസ് കാണിക്കുന്നുണ്ട്. അത് എത്രയാണെന്നുള്ളൊരു സ്കോറും കാണിക്കുന്നുണ്ടല്ലേ, എത്രയാണ് റേഷ്യോ കാണിക്കുന്നുണ്ട്. ഇന്ന റേഷ്യോയ്ക്കുള്ളിൽ രണ്ടെണ്ണത്തിനുള്ളിലുള്ളൊരു ഇൻക്രീസ് റിസ്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. TIV കൊടുത്തതിന് ശേഷമൊക്കെ നമുക്കിങ്ങനെ ഒരു ഇഷ്യൂ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏജും ജിയോഗ്രഫിയും എല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നന്നായിട്ട് കാണിക്കുന്നു എന്നുള്ളതാണ്. ഇൻക്രീസ് റിസ്ക് ഉണ്ട് H1N1 വൈറസിൻ്റെ എന്നുള്ളതാണ് ഫസ്റ്റ് സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് സെൻറ്റൻസ് എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ദ ഇൻവെസ്റ്റിഗേഷൻസ് വെയർ പ്രൂഡൻറ്റ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പ്രൂഡൻറ്റ്? പ്രൂഡൻറ്റ് വൈസ് എന്നുള്ള മീനിങ് ആണ്, അതായത് വിവേകമുള്ള. ദേ വെയർ പ്രൂഡൻറ്റ് എന്നുള്ളതാണ്. ദ ഇൻവെസ്റ്റിഗേറ്റേഴ്സ്, അത് തന്നെ, ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത ആളുകൾ പ്രൂഡൻ്റ് ആയിരുന്നു, ഒരു വയസ്സായിരുന്നു. ആൻഡ് കണ്ടക്റ്റഡ് മൾട്ടിപ്പിൾ സെൻസിറ്റിവിറ്റി അനലൈസ് ടു അറ്റംപ്റ്റ് ടു എക്സ്പ്ലെയിൻ ദെയർ പെർപ്ലക്സിങ് ഫൈൻഡിങ്സ്. അവർ ഇൻ്റലിജൻ്റ് ആയിരുന്നു, വയസ്സായിരുന്നു. പ്രൂഡൻ്റ് എന്നുള്ള മീനിങ് ഇൻ്റലിജൻ്റ് ആണ്. അപ്പോൾ ഇൻ്റലിജൻ്റ് മാത്രമായിരുന്നു. അതുമാത്രമല്ല, അവരെന്ത് ചെയ്തു? കണ്ടക്റ്റഡ് മൾട്ടിപ്പിൾ സെൻസിറ്റിവിറ്റി അനലൈസ്. അവരൊത്തിരി മൾട്ടിപ്പിളായിട്ടുള്ള അനലൈസസും ചെയ്തു ഇൻവെസ്റ്റിഗേറ്റേഴ്സ്. എന്തിനു വേണ്ടി? ടു അറ്റംപ്റ്റ് ടു എക്സ്പ്ലെയിൻ ദെയർ
പെർപ്ലക്സിങ് ഫൈൻഡിങ്സ്. അവർ കണ്ടുപിടിച്ച അവരുടെ ഒരു ഫൈൻഡിങ്സ്. ഈ ഫൈൻഡിങ്സിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൻ്റെ പിറകിൽ ഒരു വേർഡ് തന്നിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ഫൈൻഡിങ്സ് ആണ് എന്നാണ് പറയുന്നത്. പെർപ്ലക്സിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന എന്നുള്ളതാണ് ആ മീനിങ്, ആ വേർഡിൻ്റെ മീനിങ്. അപ്പോൾ വെറുതെയുള്ള ഒരു ഫൈൻഡിങ്സ് അല്ല അവർ കണ്ടുപിടിച്ചത്. വളരെയധികം അത് കാണുന്നവർക്കെല്ലാം ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു ഫൈൻഡിങ്സാണ് ആര് കണ്ടുപിടിച്ചത്? ഇൻവെസ്റ്റിഗേറ്റേഴ്സ് കണ്ടുപിടിച്ചത്. എന്തുകൊണ്ടാണ്? അവർ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് അവരങ്ങനെ കണ്ടുപിടിച്ചത്. നമ്മൾ എപ്പോഴും ഞാൻ നേരത്തെ പഠിപ്പിക്കുമ്പോഴാണേലും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, നമുക്ക് കണക്റ്റീവ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ റീഡിങ് എ ബി പാർട്ട് ആൻഡ് സി പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കണക്റ്റീവ്സ് പോലെ തന്നെ അതും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ വീണ്ടും പറയാറുണ്ട്. ഇമ്പോർട്ടൻ്റ്ലി, സർപ്രൈസിംഗ്ലി, ഇങ്ങനെയുള്ള വാക്കുകൾ, ഇൻട്രസ്റ്റിംഗ്ലി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു കോമ ഇട്ടാൽ നമ്മളത് എപ്പോഴും കൃത്യമായിട്ട് അതിനും വളരെ പ്രയോറിറ്റി നമ്മൾ കൊടുത്തിട്ട് വായിക്കണം. എന്ന് വെച്ചാൽ വേഗം അതിന് ആൻസറായിട്ട് എടുക്കുമല്ല, സെൻറ്റൻസ് കൃത്യമായിട്ട് വായിച്ച് നോക്കണം. മേ ബി അതിൽ നിന്ന് നമുക്ക് ഒരു റൈറ്റ് ആൻസർ ചൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ റോങ് ആണെന്നും ചൂസ് ചെയ്ത് ഓപ്ഷനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു വാക്കിനകത്ത് സഡനായിട്ട് ആൻസർ അല്ല കിട്ടുന്നത്, ആൻസറോ അല്ലെങ്കിൽ ഒരു എലിമിനേഷനോ നമുക്കവിടെ നടത്താൻ പറ്റും. സോ അങ്ങനെയുള്ള വാക്കുകൾ കൊടുത്തിട്ട് കോമ അങ്ങനെയൊക്കെ കൊടുക്കുന്ന വാക്കുകൾ നമുക്ക് വളരെയധികം ആ സെൻറ്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ്ലി കൊടുത്തിട്ട് എന്താണ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം. TIV remained protective against seasonal influenza viruses circulating in April through May 2009 with an effectiveness estimated at 56%. അപ്പം TIV എന്ന് പറയുന്ന ആ വാക്സിൻ എന്താണ്? പ്രൊട്ടക്ഷൻ നൽകുന്നു. സീസണൽ ഇൻഫ്ലുവൻസയ്ക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട് ഒരു മെയ് 2009 തൊട്ട്. അതും അവരുടെ ആ ഒരു എഫക്റ്റീവ്നെസ് എത്രയാണ് കാണിക്കുന്നത്? 56% ആണ്. സജസ്റ്റിംഗ് ദാറ്റ് ദ സിസ്റ്റം ഹാഡ് നോട്ട് സഡൻലി ബിക്കം ഫ്ലോവ്ഡ്. അപ്പോൾ ഫ്ലോവ്ഡ് എന്നുള്ള വാക്കിൻ്റെ മീനിങ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിഴവുള്ള എന്നുള്ളതാണ്. അതായത് മിസ്റ്റേക്ക് പറ്റി, ഫ്ലോവ്ഡ് മിസ്റ്റേക്ക് പറ്റി എന്നുള്ളതാണ്. സജസ്റ്റിംഗ് ദാറ്റ് ദ സിസ്റ്റം ഹാഡ് നോട്ട് സഡൻലി ബിക്കം ഫ്ലോവ്ഡ്. വെറും ഫ്ലോവ്ഡ് അല്ല, ഹാഡ് നോട്ടാണ് ബിക്കം. അപ്പോൾ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ പിഴവ് പറ്റാതെ എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത്. എസ്റ്റിമേറ്റഡ് അവർക്കൊരു 56% എഫക്റ്റീവ്നെസ് ഉണ്ട്. അപ്പോൾ TIV എന്ന ഗുഡാണ് ബാഡാണെന്നാണ് പറഞ്ഞത്? ഇറ്റ്സ് ഗുഡ് ഓൺലി. ഒരു നല്ലൊരു വാക്സിനേഷനായിട്ടാണ് ഇവിടെ നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഈ സ്റ്റഡി, സെൻറ്റിനൽ സ്റ്റഡി TIVയെ റിപ്പോർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, TIV അപ്പിയർഡ് ആസ് എ റിസ്ക് ഫാക്ടർ ഇൻ പീപ്പിൾ അണ്ടർ 50. അണ്ടർ 50-ലുള്ളവർക്ക് റിസ്ക് ഫാക്ടർ ആയിരുന്നു ഈ വാക്സിൻ. 50 വയസ്സിൽ താഴെയുള്ളവർക്ക് റിസ്ക് ഫാക്ടറും കുഴപ്പക്കാരനും, ബട്ട് നോട്ട് ഇൻ സീനിയേഴ്സിൽ കുഴപ്പമില്ലാത്തവനുമായിട്ടുള്ള ഒരു വാക്സിനായിരുന്നു TIV. ഓൾദോ സീനിയർ എസ്റ്റിമേറ്റ്സ് ഫെയർ ഇംപ്രസീസ്. അപ്പോൾ ഇംപ്രസീസിൻ്റെ മീനിങ് എന്താണ്? ഇങ്ങനെ നമ്മൾ നോക്കി നമ്മൾ എത്ര വൊക്കാബുലറിയാണ് പഠിക്കുന്നതെന്ന്. ഇംപ്രസീസിൻ്റെ മീനിങ് കൃത്യതയില്ലാത്ത എന്നുള്ളതാണ്. കറക്റ്റ് അല്ല, കൃത്യതയില്ലാത്ത. ഡ്യൂ ടു ലോവർ റേറ്റ്സ് ഓഫ് പാൻഡമിക് ഇൽനെസ് ഇൻ ദാറ്റ് ഏജ് ഗ്രൂപ്പ്. ഓൾദോ സീനിയർ എസ്റ്റിമേറ്റ്സ് വെയർ ഇംപ്രസീസ്. അപ്പോൾ അവർക്ക് കൃത്യതയില്ലാത്തതാണെന്നെങ്കിലും ആ ഒരു ലോവർ റേറ്റ്സ് ആയിരുന്നു പാൻഡമിക് ഇൽനെസ് ഈ ഒരു 50 ഏജിൽ കൂടുതൽ. 50 നമ്മുടെ ഈ ഒരു പാരഗ്രാഫിനകത്ത് അവർ ഈ യങ്സ്റ്റേഴ്സിനെയും സീനിയേഴ്സിനെയും പറഞ്ഞിരിക്കുന്ന പ്രായം 50 വയസ്സിന് മേലോട്ടുള്ളവരെ സീനിയേഴ്സായിട്ടും 50 വയസ്സിൽ താഴെയുള്ളവരെ അവർ എന്തായിട്ടുമാണ് പറയുന്നത്? യങ്സ്റ്റേഴ്സായിട്ടുമാണ് പറയുന്നത്. 50 വയസ്സിന് മേലെയുള്ളവരെയാണ് അവർ സീനിയേഴ്സായിട്ട് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഈ സീനിയേഴ്സിന് പ്രശ്നമൊന്നുമില്ല ഈ വാക്സിൻ കൊണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്? അവർക്ക് ലോ റേറ്റ്സ് ഓഫ് പാൻഡമിക് ഇൽനെസ് ആയിരുന്നു. അതേസമയത്ത് അപ്പം ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ അണ്ടർ 50-ലുള്ളവർ. എന്താണ് അടുത്ത പാരഗ്രാഫ്, അടുത്ത സെൻറ്റൻസ് പറയുന്നതെന്ന് നോക്കാം. ഇൻട്രസ്റ്റിംഗ്ലി. ഞാൻ പറഞ്ഞിരുന്നു ഇമ്പോർട്ടൻ്റ്ലി, ഇൻട്രസ്റ്റിംഗ്ലി അങ്ങനെയുള്ള വാക്കുകളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന്. സോ നെക്സ്റ്റ് വേർഡ് വരുവാണ് ഇൻട്രസ്റ്റിംഗ്ലി, ഇഫ് വാക്സിൻ വെയർ ട്രൂലി എ റിസ്ക് ഫാക്ടർ ഇൻ യങ്ങർ അഡൽട്സ്. ഓക്കെ, എങ്കിൽ ഈഫ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻ മെനി
സിറ്റുവേഷൻസ്. ഈഫ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ് നമുക്ക്. കാരണം എങ്കിൽ, അതുപോലെ തന്നെയാണ് ബട്ട്. ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് പറഞ്ഞിട്ട് നല്ലതാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പറയണം. ഓക്കെ, ആ ഒരു ഭാഗം നല്ലതാണ്. ഈഫ്, എങ്കിൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചോദ്യചിഹ്നമാണ് വരുന്നത്. അപ്പോൾ ഈഫ് വാക്സിൻ വെയർ ട്രൂലി റിസ്ക് ഫാക്ടർ ഇൻ യങ്ങർ അഡൽട്സ്, അവർ പറയുവാണ് ഇൻട്രസ്റ്റിംഗ്ലി, ശരിക്കും ഈ യങ്ങർ അഡൽട്സിൽ വാക്സിൻ ഒരു പ്രശ്നക്കാരനായിരുന്നു, റിസ്ക് ഫാക്ടർ ആയിരുന്നുവെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ, സീനിയേഴ്സ് മേ ഹാവ് ഫെയർഡ്. മേ ഹാവ് എന്ന് വെച്ചാൽ ആയിരിക്കാം എന്നുള്ളതാണ്. മേ ഹാവ്, മൈറ്റ് ഹാവ്, ക്യാൻ ബി, ക്യാൻ ഹാവ്, ഈ വാക്കുകളെല്ലാം കൃത്യമായിട്ട് നിങ്ങളതിൻ്റെ മീനിങ് പഠിച്ചു വെക്കണം കേട്ടോ. അത് നിങ്ങൾ ഡിക്ഷണറിയിൽ നോക്കിയിട്ട് കറക്റ്റായിട്ട് അങ്ങനെയുള്ള ടേംസിൻ്റെ വായിച്ച് നോക്കണം. ലൈക്ലി, ഇതൊക്കെ നമ്മൾക്ക് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡ്സാണ്. ആ കുഞ്ഞു വാക്കിൻ്റെ മീനിങ് നമുക്ക് തെറ്റിപ്പോകുന്നത് മൂലമായിരിക്കും നമ്മുടെ ആൻസർ റോങ് ആവുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്, സീനിയേഴ്സ് മേ ഹാവ് ഫെയർഡ് ബെറ്റർ ബിക്കോസ് ദെയർ ഇമ്മ്യൂണറി റെസ്പോൺസ് ടു വാക്സിനേഷൻ ഈസ് ലെസ് റിഗറസ്. അപ്പോൾ ഇവിടെ രണ്ട് വാക്കിൻ്റെ അർത്ഥം നമുക്ക് വേണം. ഫെയർഡ് എന്ന് പറയുന്നത് വിജയിച്ചു എന്നാണ്. സീനിയേഴ്സ് മേ ഹാവ് ഫെയർഡ്, അവർ വിജയിച്ചു. ബിക്കോസ്, ബെറ്റർ, ബിക്കോസ്, നന്നായിട്ട് അവർ വിജയിച്ചു എന്നാണ് പറയുന്നത്. വാക്സിൻ യങ്ങർ അഡൽട്സിൽ ഒരു പ്രശ്നക്കാരനായിരുന്നെങ്കിൽ സീനിയേഴ്സ് ജയിച്ചു. ബിക്കോസ്, എന്തുകൊണ്ടാണ് ഇമ്മ്യൂണറി റെസ്പോൺസ് ടു വാക്സിനേഷൻ ഈസ് ലെസ് റിഗറസ് എന്നുള്ളത് കർശനം എന്നുള്ളതാണ്. അപ്പോൾ ലെസ് റിഗറസ് എന്ന് പറയുമ്പോൾ കുറവ് അല്ലേ, അത് സീനിയേഴ്സിനെ കുറിച്ചാണ് കേട്ടോ പറഞ്ഞത്, യങ്സ്റ്റേഴ്സിനെ കുറിച്ചല്ല. അപ്പോൾ അതിൽ നിന്ന് ഒറ്റ മീനിങ് നോക്കിയാൽ മതി. ഈ വാക്സിനേഷൻ യങ്സ്റ്റേഴ്സിനെക്കാട്ടിലും സീനിയേഴ്സിന് സൂപ്പറായിരുന്നു, അവർക്കാണ് അത് നല്ലതായിട്ട് എഫക്റ്റ് ആയത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പാരഗ്രാഫിൻ്റെ മൊത്തം അർത്ഥം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈച്ച് ആൻഡ് എവറി വേർഡ് എടുത്തിട്ട് നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓപ്ഷനകത്തേക്ക് പോകാം. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, കനേഡിയൻ സെൻറ്റിനൽ സ്റ്റഡി ഡെമോൺസ്ട്രേറ്റ് ദാറ്റ്, അവരെന്താണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്, എന്താണ് നമുക്ക് കാണിച്ചു തന്നതെന്നാണ് അവരുടെ ആ ഒരു സ്റ്റഡി പ്രകാരം. ഫസ്റ്റ് എ ഓപ്ഷൻ, ഏജ് ആൻഡ് ജിയോഗ്രഫി ഹാഡ് നോ എഫക്റ്റ് ഓൺ ദ വാക്സിൻ എഫക്റ്റീവ്നെസ്. ഏജിനും ജിയോഗ്രഫിക്കും ഒരു എഫക്റ്റും ഇല്ലായിരുന്നു വാക്സിൻ എഫക്റ്റീവ്നെസ് എന്നുള്ളതാണ്. അത് റോങ് ആയിട്ടുള്ള ഓപ്ഷനാണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ദ പ്രീവിയസ് സീസൺ അപ്പിയർഡ് ടു ഇൻക്രീസ് ദ റിസ്ക് ഓഫ് H1N1 illness ഈവൻ ആഫ്റ്റർ അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ ദ കൊമോർബിഡിറ്റീസ് ഓഫ് ഏജ് ആൻഡ് ഏജും ജിയോഗ്രഫിയും എല്ലാം നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം അത് വർദ്ധിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഇൻഫ്ലുവൻസ് ഉണ്ട്, ഏജും ജിയോഗ്രഫിയും ഇൻഫ്ലുവൻസ് ഉണ്ട്. സോ വി ക്യാൻ എലിമിനേറ്റ് ദാറ്റ് ഓപ്ഷൻ. ദ സെക്കൻഡ് ഓപ്ഷൻ ഈസ് ബി, വാക്സിനേഷൻസ് ഓൺ സീനിയർ സിറ്റിസൺസ് ആർ ലെസ് എഫക്റ്റീവ് ദാൻ ഓൺ യങ്ങർ പീപ്പിൾ. നമ്മളിപ്പോൾ വായിച്ചതേ ഉള്ളൂ. ഇവിടെ ഓപ്ഷനിലെ മീനിങ് വരുന്നത് സീനിയർ സിറ്റിസണിൽ വളരെ കുറച്ച് എഫക്റ്റീവാണ് യങ്ങർ പീപ്പിളിനെക്കാട്ടിലും ഉണ്ടായിട്ടുള്ളൂ എന്നാണ്. അല്ല, ജസ്റ്റ് ഓപ്പോസിറ്റാണ് നമ്മുടെ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. യങ്സ്റ്റേഴ്സിന് ലെസ് എഫക്റ്റീവും അഡൾട്ട്സിന് നല്ല എഫക്റ്റീവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ആ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. നേരെ ഓപ്പോസിറ്റാണ് കൊടുത്തിരിക്കുന്നത്. പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നതിലും പാരഗ്രാഫിൽ യങ്സ്റ്റേഴ്സിന് കുറവ് എഫക്റ്റ് ഉള്ളതായിട്ടും സീനിയേഴ്സിന് നന്നായിട്ട് എഫക്റ്റ് ഉള്ളതായിട്ടുമാണ് സീനിയേഴ്സിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഓപ്ഷനിൽ നേരെ തിരിച്ചു പറഞ്ഞു, സീനിയേഴ്സിന് പ്രശ്നമാണെന്നും നമ്മുടെ യങ്ങർ പീപ്പിളിന് ഓക്കെ ആണെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതും എലിമിനേറ്റ് ചെയ്യാം. എയും ബിയും വളരെ ഈസി ആയിട്ട് നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഇനി നമ്മുടെ കയ്യിലുള്ളത് സി ആൻഡ് ഡി ആണ്. സോ സി നമുക്ക് നോക്കാം. ദ വാക്സിനേഷൻ വാസ് നോ ലോങ്ങർ എഫക്റ്റീവ്. വാക്സിനേഷൻ വലിയ എഫക്റ്റീവ്നെസ് ഒന്നും ഇല്ലായിരുന്നു, കൊള്ളത്തില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ നല്ല എളുപ്പത്തിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണത്. കാരണം നമ്മുടെ പാരഗ്രാഫിൽ തന്നെ പറയുന്നുണ്ട്, TIV വാക്സിനേഷന് വിത്ത് ആൻ എഫക്റ്റീവ്നെസ് എസ്റ്റിമേറ്റഡ് അറ്റ് 56% എഫക്റ്റീവ്നെസ് ഉണ്ട്. അപ്പോൾ ആവറേജ് 50 ആണ് 100ൽ വരിക, അതിലും മേലെയാണ് 56 ആണ്. അപ്പോൾ നല്ല എഫക്റ്റീവ്നെസ് ഉണ്ട്. ഇവിടെ നമ്മുടെ ഓപ്ഷനിൽ പറയുന്ന എഫക്റ്റീവ്നെസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. എഫക്റ്റീവ്നെസ് ഉണ്ട്. സോ നമുക്ക് ആ ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാം. റോങ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷനെക്കുറിച്ച് പാരഗ്രാഫിൽ പറയുന്നുണ്ട്, പക്ഷേ റോങ് ഓപ്ഷനാണ് നമ്മുടെ ലാസ്റ്റ് ഓപ്ഷൻ. ഇനി നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമില്ല, 3 എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ഡി നമുക്ക് ആൻസറായിട്ട് ചൂസ് ചെയ്യാം. എന്നിരുന്നാലും നമുക്ക് നോക്കാം എവിടെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ദ റിസ്ക് ഓഫ് H1N1 സീംഡ് ഹയർ എമംഗ് പീപ്പിൾ ഹൂ റിസീവ്ഡ് ദ TIV വാക്സിനേഷൻ. ഓക്കെ, TIV വാക്സിനേഷൻ എടുത്തവരിൽ കൂടുതലായിട്ട്
പിന്നെ റിസ്ക് ഉണ്ട്, H1N1 റിസ്ക് ഉണ്ട് എന്നുള്ളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അതാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. ആണല്ലോ, അത് തന്നെയാണ്. TAV റിമെയിൻഡ് പ്രൊട്ടക്റ്റീവ് അഗെയിൻസ്റ്റ് സീസണൽ ഇൻഫ്ലുവൻസ വൈറസസ് സർക്കുലേറ്റിംഗ് ഇൻ ഏപ്രിൽ. ആ ഒരു ഇതിനകത്ത് അതാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിത്ത് എഫക്റ്റീവ്നെസ് എസ്റ്റിമേറ്റഡ്, എഫക്റ്റീവ്നെസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. സജസ്റ്റിംഗ് ദാറ്റ് ദ സിസ്റ്റം ഹാഡ് നോട്ട് സഡൻലി ബിക്കം ഫ്ലോപ്ഡ്. ആ ഒരു മീനിങ്ങിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഡി ഓപ്ഷനിലേക്ക് വരാം. അപ്പോൾ TAV എടുത്തിരിക്കുന്നവർക്ക് TAV ഉള്ളവർക്ക് ഒരു H1N1 റിസ്ക് കൂടുതലുണ്ട്. ആ ഒരു അസുഖം ഉണ്ടാവാനായിട്ടുള്ള പ്രശ്നം കൂടുതലായിട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. അതാണല്ലോ നമുക്ക് ലാസ്റ്റിലും പറയുന്നത്, ഇൻട്രസ്റ്റിംഗ്ലി അവസാനം, ഇഫ് വാക്സിൻസ് വെയർ ട്രൂലി റിസ്ക് ഇൻ യങ്ങർ അഡൽട്സ് സീനിയേഴ്സ് മേഹ. യങ്ങർ അഡൽട്സിലാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാവുമായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? നമ്മുടെ സീനിയേഴ്സിന് വിജയിക്കുമായിരുന്നു. കാരണം അവരുടെ വാക്സിനേഷൻ ലെസ് റിഗറസ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്നും ഡി ആണ് നമ്മുടെ ഓപ്ഷനായിട്ട് പറയുന്നത്. അതാണ് അവരവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. 3 ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് ഡിയിലോട്ടേക്ക് നമ്മൾ വന്നു. നമ്മുടെ പാരഗ്രാഫ് മൊത്തം ആ ഒരു ഡി ഓപ്ഷനെയാണ്. ഒരു ഭാഗം മാത്രമല്ല, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എല്ലാം എന്ത് വരുമ്പോഴും നമുക്ക് പറയുന്നത് നമുക്ക് ആ ഒരു ഡിയെ അവർ പിന്തുണച്ചുകൊണ്ടാണ്. ഇൻട്രസ്റ്റിംഗ്ലി എന്നുള്ള പാരഗ്രാഫിൽ സെൻറ്റൻസിൽ വന്നാലും അതിന് തൊട്ട് മുന്നേ ബിക്കം ഫ്ലേവ്ഡ് കഴിഞ്ഞിട്ട് TAV അപ്പിയർഡ് ആസ് എ റിസ്ക് ഫാക്ടർ ഇൻ പീപ്പിൾ അണ്ടർ 50. അപ്പോൾ അതിനർത്ഥം എന്താണ്? അതാണ് ദ റിസ്ക് ഓഫ് H1N1 സീംഡ് ഹയർ എമംഗ് പീപ്പിൾ ഹു റിസീവ്ഡ്. അപ്പോൾ TVI അപ്പിയർഡ് ആസ് എ റിസ്ക് ഫാക്ടർ ഇൻ പീപ്പിൾ അണ്ടർ 50. അണ്ടർ 50 കൂടുതലായിട്ട് TAV വാക്സിനേഷൻ കൊടുത്തത് അല്ലേ. സോ അങ്ങനെയുള്ളവരിൽ റിസ്ക് ഫാക്ടർ കൂടുതലായിട്ട് H1N1 കാണിക്കുന്നതായിട്ടാണ് ഈ ഒരു മൊത്തത്തിലും പാരഗ്രാഫിൻ്റെ ഒരു മീനിങ് വരുന്നത്. കാരണം അതെടുത്തത് യങ്സ്റ്റേഴ്സ് ആയിരുന്നു. 50 താഴെ ഉണ്ടായിരുന്നവർ, ഏജ് 50 താഴെയുള്ളവർ യങ്സ്റ്റേഴ്സാണ്. അപ്പോൾ അവർക്ക് ആ ഒരു TAV എടുത്തവർ, ആ ഒരു വാക്സിനേഷൻ കൊടുത്തവരിൽ H1N1 കൂടുതലായിട്ടാണ് കാണുന്നതെന്ന് നമ്മുടെ പാരഗ്രാഫിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ ആൻസർ ഈസ് ഡി ആണ്. സോ ഇന്നത്തെ ക്ലാസ്സിലെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ റീഡിങ് പറഞ്ഞു തന്ന ടിപ്സൊക്കെ വെച്ച് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു.